എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ടോക്സിക് ആളുകൾ വീണ്ടും വീണ്ടും കടന്നു വരുന്നത്? ഇവർ നമ്മുടെ ഊർജ്ജം മുഴുവൻ ഊറ്റിക്കുടിക്കുകയും മാനസികാരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മളുടെ മാത്രം തെറ്റാണോ? അല്ല എന്നാണ് ഉത്തരം. ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ടോക്സിക് ആളുകളെ ആകർഷിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇതിനുള്ള പരിഹാരം നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ടോക്സിക് ആളുകൾ നമ്മെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലോ സെൽഫ് എസ്റ്റീം ആണ്. നിങ്ങൾ സ്വയം വിലമതിക്കാതെ വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിങ്ങൾ കാര്യമാക്കില്ല. എങ്ങനെയുള്ള ബന്ധമായാലും ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ മതി എന്നൊരു തോന്നൽ ഉണ്ടാക്കുമെന്നതാണ് സത്യം. ടോക്സിക്കായ ആളുകൾ എപ്പോഴും വൾണറബിൾ ആയ ആളുകളെയാണ് തേടുന്നത്. സെൽഫ് ലവ് ഇല്ലാത്ത ആളുകളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ ഇത്തരം ആളുകൾക്ക് കഴിയും. നിങ്ങൾ നോ എന്ന് പറയാൻ മടിക്കുന്ന ഒരാളാണെങ്കിൽ ടോക്സിക് ആയവർ നിങ്ങളുടെ ഈ സ്വഭാവത്തെ മുതലെടുക്കും. നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ ആദ്യത്തെ ഇര എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത്തരം ആളുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ വോത്ത് മനസ്സിലാക്കുക. നിങ്ങൾ അർഹിക്കുന്നതിലും കുറഞ്ഞത് സ്വീകരിക്കില്ല എന്ന് തീരുമാനമെടുക്കുക. രണ്ടാമത്തെ കാര്യം, ചിലർക്ക് എപ്പോഴും മറ്റൊരാളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നന്നാക്കിയെടുക്കാൻ ഒരാഗ്രഹം ഉണ്ടാകും. ഇതിനെയാണ് സേവിയർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ടോക്സിക് ആയവർ എപ്പോഴും ഒരു ദുരന്ത കഥയുമായിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. ഞാൻ സഹായിച്ചാൽ അവർ മാറും, അല്ലെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കും എന്നൊരു ചിന്ത നിങ്ങളിലുണ്ടാകും. ഇത്തരം ആളുകൾക്ക് സഹായം ആവശ്യമില്ല, മറിച്ച് ശ്രദ്ധ മാത്രമാണ് വേണ്ടതെന്ന് തിരിച്ചറിയണം. നിങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളുടെ സമയവും എനർജിയും പൂർണ്ണമായും ഉപയോഗിക്കും. എന്നിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. മറ്റൊരാളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് തിരിച്ചറിയണം. ആളുകളെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് പകരം അവരുടെ പ്രശ്നങ്ങൾ എത്രത്തോളം കേൾക്കണം എന്നതിന് ബൗണ്ടറി വെക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് മുൻപ് നിങ്ങളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ ആകർഷിക്കുമെന്നത് വലിയ പങ്കുണ്ട്. ചിലപ്പോൾ നമ്മൾ വളർന്നു വരുന്ന അന്തരീക്ഷം ടോക്സിക് ആയിരുന്നെങ്കിൽ ഫെമിലിയർ പാറ്റേൺസ് ആളുകളിലേക്ക് നമ്മൾ അറിയാതെ ആകർഷിക്കപ്പെടും. തലച്ചോറിന് ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്തത് നല്ല ശീലമായിരിക്കും. അതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് കാര്യമായി തലച്ചോർ ചിന്തിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകണമെന്നില്ല. നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നോർമൽ എന്ന് നമ്മുടെ മനസ്സ് തെറ്റിദ്ധരിക്കും. ഇതൊരു ടോക്സിക് പങ്കാളി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നിങ്ങൾ ചെറുപ്പത്തിൽ അനുഭവിച്ച അതേ രീതിയിൽ പെരുമാറുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വളരെ നോർമലായി കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭൂതകാലത്തിലെ ബന്ധങ്ങൾ നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുന്നത് ഇത്തരം തെറ്റുകളിൽ നിന്ന് പോകുന്നതിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചേക്കാം. നാലാമത്തെ പ്രധാന കാരണം ക്ലിയർ ബൗണ്ടറീസ് ഇല്ലാത്തതാണ്. ഒരു ടോക്സിക് വ്യക്തിയുടെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ വ്യക്തിപരമായ ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കിടക്കുകയും നിങ്ങളുടെ സമയം പൂർണ്ണമായും ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ അതിർത്തി വെക്കാതിരിക്കുമ്പോൾ അവർ എളുപ്പത്തിൽ അത് മുതലെടുക്കും. നിങ്ങളുടെ സമയം, ഊർജം, വികാരം എന്നിവയ്ക്ക് മൂല്യം കൽപ്പിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി അറിയണം. അതിർവരമ്പുകൾ നിശ്ചയിക്കുകയും അത് ലംഘിക്കപ്പെടുമ്പോൾ ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്യുക. അതിർത്തികൾ വെക്കുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് ആത്മരക്ഷയാണെന്ന് മനസ്സിലാക്കുക. ഈ കാരണങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നിയോ? എങ്കിൽ ഓർക്കുക, ടോക്സിക്കായ ആളുകളെ ആകർഷിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ അനുവദിക്കുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്ക് മികച്ച ബന്ധങ്ങൾക്ക് അർഹതയുണ്ട്. സ്വയം സ്നേഹിക്കുകയും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുകയും ശക്തമായ അതിർവരമ്പുകൾ വയ്ക്കുകയും ചെയ്യുക. ടോക്സിക് ബന്ധങ്ങളെ മുറിച്ചു മാറ്റി നിങ്ങൾക്ക് മാനസിക സന്തോഷം നൽകുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക.